ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഈ വീഡിയോയിൽ നമ്മൾ റാൻഡം വേരിയബിൾസും പിന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻസുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് മെൻ ബൈ റാൻഡം വേരിയബിൾ? നമ്മൾ റാൻഡം എക്സ്പെരിമെന്റ് കണ്ടായിരുന്നല്ലോ. അങ്ങനെ ഒരു എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഔട്ട്കംസിനെയും അസൈൻ ചെയ്യുന്ന ഒരു വേരിയബിളിനെയാണ് നമ്മൾ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഈ റാൻഡം വേരിയബിൾസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഡിസ്ക്രീറ്റും അതുപോലെ തന്നെ കണ്ടിന്യൂസും. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസും കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസും. ഓക്കെ, ഈ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് എന്ന് പറയുമ്പോൾ ഇൻഡിജർ വാല്യൂസ് മാത്രം കൺസിഡർ ചെയ്യുന്ന റാൻഡം വേരിയബിൾസിനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് റാൻഡം വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്, അതൊരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. ഓക്കെ, ആൻഡ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കൺസിഡേഴ്സ് ഓൾ ദ പോസിബിൾ റിയൽ വാല്യൂസ്. അതായത് ഒരു സ്റ്റുഡന്റിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ കറണ്ട് ടെമ്പറേച്ചർ അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഓൾ ദ പോസിബിൾ റിയൽ വാല്യൂസ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ടെർമിനോളജീസിനെ കുറിച്ചുള്ള ഐഡിയ നിങ്ങൾക്ക് ആയി എന്ന് വിചാരിക്കുന്നു. ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻസ് പഠിക്കുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ മൂന്ന് ഡിസ്ട്രിബ്യൂഷൻസിലാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള. ഫസ്റ്റ് വൺ ഈസ് ബേസിക് ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ, സെക്കൻഡ് വൺ ഈസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻസ്, ദെൻ തേർഡ് വൺ പോസോൺ ഡിസ്ട്രിബ്യൂഷൻസ്. ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻസും പോസോൺ ഡിസ്ട്രിബ്യൂഷൻസും ആണ് സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഈ ബേസിക് ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻസിൽ നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ വേറെ കുറച്ച് കോൺസെപ്റ്റുകളുമാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻസ് പഠിക്കുമ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻസ് അതിനകത്തുള്ള പ്രോപ്പർട്ടീസും കാര്യങ്ങളും ഒക്കെ പഠിക്കുന്നുണ്ട്. ദെൻ നമ്മുടെ സിലബസിൽ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത് 3 കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. യൂണിഫോം വരുന്നുണ്ട്, അതിനകത്ത് എക്സ്പോണൻഷ്യൽ വരുന്നുണ്ട്, നോർമൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻസിലെ ഫസ്റ്റ് ഓപ്ഷൻ വിച്ച് ഇസ് ബേസിക് ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻസ്, ഇതെന്താന്നുള്ളത് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് പഠിക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളിവിടെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ലോജിക്കലി നമുക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് ഇതിനകത്ത് മിക്കതും. ഓക്കെ, സോ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സം ഓഫ് പ്രോബബിലിറ്റി ഓഫ് എക്സ് എന്ന് പറഞ്ഞാല് എക്സ് ഒരു റാൻഡം വേരിയബിൾ ആണ്. എങ്ങനെയുള്ള ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. ഓക്കെ, അതെന്ന് പറയുന്നത് 1 ആയിരിക്കും. അതിന്റെ സമ്മ്, ഈ പി ഓഫ് എക്സിന്റെ സം എന്ന് പറയുന്നത് 1 ആയിരിക്കും. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇനി മീൻ, അതായത് ആവറേജ്, ആവറേജ് ഇതിനെ നമുക്ക് ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻസിന്റെ കേസിൽ നമ്മൾ ഇ ഓഫ് എക്സ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്നാണ് ഇതിനെ വായിക്കുന്നത്. ഇതിൽ പറയുന്നത് സം ഓഫ് these random variables x into probability of x is equal to expectation of x. ഇങ്ങനെയാണ് നമ്മൾ മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബേസിക് ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻസിന്റെ കാര്യമാണ് കേട്ടോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഇതിനകത്തെ വേരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് വി ഓഫ് എക്സ് വെച്ചിട്ടാണ്. ദിസ് ഈസ് ഈക്വൽ ടു, എങ്ങനെ എഴുതാം നമുക്ക്, അതിന്റെ ഫോർമുല നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ minus expectation of x whole square. ഓക്കെ, ഈ ഒരു ഫോർമുല ഓർത്ത് വെച്ചേക്കണേ. ഇത് സോൾവ് ചെയ്യേണ്ടി വരുവാണെങ്കിൽ നമ്മൾ ഇതിപ്പോ എങ്ങനെ എഴുതാം? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് നമുക്കറിയാം സിഗ്മ എക്സ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? സിഗ്മ എക്സ് സ്ക്വയർ പ്രോബബിലിറ്റി ഓഫ് എക്സ് മൈനസ് സിഗ്മ x probability of x whole square. ഓക്കെ, പോയിന്റ് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പം അതാണ് ബേസിക് ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന തേർഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി ഫോർത്ത് വൺ, വെരി ഈസി, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വിച്ച് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ബേസിക് ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് നമ്മൾ ഇനി നെക്സ്റ്റ് പഠിക്കാനായിട്ട് പോകുന്നത്. ഇതിനകത്ത് നോക്കൂ, നമ്മുടെ കൈവശം എക്സ് വൈ ഇങ്ങനെയുള്ള 2 റാൻഡം വേരിയബിൾസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എ ബി എന്ന് പറയുന്ന 2 കോൺസ്റ്റൻസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എ എക്സ് പ്ലസ് ബി വൈ ഇസ് ഈക്വൽ ടു
A into expectation of x plus b into expectation of y എന്ന് എഴുതാനായിട്ട് നമുക്ക് സാധിക്കും. ഈ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് സെക്കൻഡ് വണ്ണിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? എക്സ്പെക്ടേഷൻ ഓഫ് എ എക്സ് പ്ലസ് ബി ഇസ് ഈക്വൽ ടു വാട്ട്? അതെനിക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? എ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് ബി അല്ലേ? This is equal to a into expectation of x plus b. കാരണം എന്താണ്? b എന്ന് പറയുന്നത് ഇവിടെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇറ്റ്സ് എ കോൺസ്റ്റന്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വേരിയൻസ് ആണ്. വേരിയൻസ് ഓഫ് എ എക്സ് പ്ലസ് ബി ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക് നോക്കാവേ. നമുക്ക് എങ്ങനെ എടുക്കാം? നമ്മൾ വേരിയൻസിന്റെ ഫോർമുല നമ്മൾ നേരത്തെ തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? അങ്ങനെയാണെങ്കിൽ വേരിയൻസ് ഓഫ് എ എക്സ് പ്ലസ് ബി വരുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് സാധിച്ചാല് എ സ്ക്വയർ വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് വേരിയൻസ് ഓഫ് ബി ആൻഡ് ദിസ് വിൽ ബി ഈക്വൽ ടു എ സ്ക്വയർ വി ഓഫ് എക്സ് പ്ലസ് 0. ഈ 0 ഈ പറയുന്ന വി ഓഫ് ബി എന്ന് പറയുന്ന 0 ആവാനായിട്ട് കാരണം ചേഞ്ച് ഓഫ് കോൺസ്റ്റന്റ് ആണ് കേട്ടോ. കോൺസ്റ്റന്റ് 0 ആയിട്ട് മാറും. സോ ദിസ് ഈസ് ഈക്വൽ ടു സിംപ്ലി എ സ്ക്വയർ ഇൻറ്റു വി ഓഫ് എക്സ്. ഓക്കെ, അപ്പൊ ഈ ഫൈനൽ റിസൾട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? വേരിയൻസ് തന്നെയാണ്. വേരിയൻസ് ഓഫ് എ എക്സ് പ്ലസ് ബി വൈ. അതെങ്ങനെയാണ് കാണുക എന്നുള്ളതാണ്. സോ ഞാൻ എൻ്റെ നേരത്തെ വേരിയൻസ് കാണാനുള്ള ഫോർമുലയ്ക്ക് അകത്ത് ഞാനിത് ഇട്ട് കൊടുക്കുവാണെങ്കിൽ എ സ്ക്വയർ വി ഓഫ് എക്സ് പ്ലസ് ബി സ്ക്വയർ വി ഓഫ് വൈ പ്ലസ് എനിക്ക് എങ്ങനെ എഴുതാം? 2ab ഇൻറ്റു കോവേരിയൻസ് ഓഫ് എക്സ് വൈ എന്ന് എനിക്ക് എഴുതിക്കൂടെ? ദിസ് ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് വൈ ആണ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് വൈ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ എനിക്ക് എന്ത് പറയാം? വേരിയൻസ് ഓഫ് എ എക്സ് പ്ലസ് ബി വൈ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? എ സ്ക്വയർ ബി ഓഫ് എക്സ്, അതായത് വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് ബി സ്ക്വയർ വേരിയൻസ് ഓഫ് വൈ. ഇത്രയും നമുക്ക് എഴുതിക്കൂടെ ഇതിന്ന്? അപ്പൊ നിങ്ങൾ ഈ ലാസ്റ്റ് റിസൾട്ട് മാത്രമേ ആക്ച്വലി പഠിക്കേണ്ടതുള്ളൂ കേട്ടോ. ഞാൻ എങ്ങനെയാണ് അത് ഡിറൈവ് ചെയ്ത് വന്നത് എന്നാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചത്. അപ്പൊ ഈ ലാസ്റ്റ് വാല്യൂ മാത്രമായിട്ട് പഠിച്ചു വെക്കുക. ഇനി നിങ്ങൾ നോക്കിക്കേ, വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് വൈ, അതായത് എയും ബിയും 1 ആയിരുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ, അതായത് എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ 1 ദെൻ വി ഓഫ് എക്സ് പ്ലസ് ബി സ്ക്വയറും 1, അപ്പോൾ വി ഓഫ് വൈ. അപ്പോൾ വി ഓഫ് എക്സ് പ്ലസ് വൈനെ എനിക്ക് ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞോട്ടെ, സപ്പോസ് ഞാൻ വി ഓഫ് എക്സ് മൈനസ് വൈ കാണാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? വി ഓഫ് എക്സ് പ്ലസ് മൈനസ് 1 വൈ ആണല്ലോ വി ഓഫ് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത്. ദിസ് ഈസ് ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാം? എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സ്ക്വയർ. അപ്പോൾ 1 ഇൻറ്റു വി ഓഫ് എക്സ് എഴുതി, പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ -1 സ്ക്വയർ അല്ലേ വരുന്നത്? -1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ അഗെയിൻ 1 ആണ്. അപ്പോ 1 ഇൻറ്റു വി ഓഫ് വൈ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, വി ഓഫ് എക്സ് പ്ലസ് വൈ ആണെങ്കിലും വി ഓഫ് എക്സ് മൈനസ് വൈ ആണെങ്കിലും ആൻസർ വരുന്നത് വി ഓഫ് എക്സ് പ്ലസ് വി ഓഫ് വൈ എന്നാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എക്സ് ആൻഡ് വൈ ആർ 2 ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്, ദെൻ വി ഓഫ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു വി ഓഫ് എക്സ് മൈനസ് വൈ. ഓക്കെ,
അപ്പൊ ഇത്രയാണ് പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കാനുള്ളത്. ഇതിനകത്ത് നേരത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഡു സ്കിപ്പ്. നമുക്ക് ലാസ്റ്റ് റിസൾട്ട് മാത്രമേ പഠിക്കേണ്ടതുള്ളൂ കേട്ടോ. എങ്ങനെയാണ് അത് ഡിറൈവ് ചെയ്ത് വന്നത് എന്നത് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. സോ ഫൈനൽ റിസൾട്ട് ഓരോ പ്രോപ്പർട്ടിൻ്റെതും നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ, ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. സി, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. എ റാൻഡം വേരിയബിൾ എക്സ് ടേക്സ് ദ വാല്യൂസ് 1, 2, 3 വിത്ത് ദ പ്രോബബിലിറ്റീസ് 2 + 5p divided by 5, 1 + 3p divided by 5, 1.5 + 2p divided by 5 respectively. Now calculate p, e of x. ഓക്കെ, ഇതെങ്ങനെയാണ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം. സോ എൻ്റെ എക്സ് വാല്യൂസ് എനിക്കറിയാം ഏതൊക്കെയാണ്. 1 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്, ദെൻ 3 വരുന്നുണ്ട് അല്ലേ. ദെൻ പി ഓഫ് എക്സ്, പ്രോബബിലിറ്റി ഓഫ് എക്സും എനിക്ക് തന്നിട്ടുണ്ട്. അപ്പം എനിക്ക് എങ്ങനെ എഴുതാം? ഈ 2 + 5p divided by 5 ആണ് എൻ്റെ ഫസ്റ്റ് വാല്യൂന്റെ, ഫസ്റ്റ് എക്സിന്റെ പ്രോബബിലിറ്റി വരുന്നത്. ഇനിയിപ്പം സെക്കൻഡ് ഇതിൻ്റെ ആണെങ്കിൽ 1 + 3p divided by 5, then 1.5 + 2p divided by 5. ഓക്കെ, അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തെഴുതിയതാണേ, നമുക്ക് കൃത്യമായിട്ട് അങ്ങ് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. നേരത്തെ നമ്മൾ ബേസിക് ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചപ്പോൾ നമ്മൾ ഒരു പ്രോപ്പർട്ടി, ഫസ്റ്റ് പ്രോപ്പർട്ടി പഠിച്ചത് എന്തായിരുന്നു? സിഗ്മ ഓഫ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പി ഓഫ് എക്സസിന്റെ എല്ലാം സം എന്ന് പറയുന്നത് എന്തായിരിക്കും? ദിസ് ഇസ് ഈക്വൽ ടു 1. നിങ്ങൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് സോൾവ് ചെയ്ത് നോക്കുക. സോൾവ് ചെയ്യുമ്പം നമുക്ക് പി ഇസ് ഈക്വൽ ടു 0.05 എന്ന വാല്യൂ കിട്ടും. ഇനി നെക്സ്റ്റ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കാണാനായിട്ട്, അതായത് ഏതാണ് നമ്മുടെ മീൻ. മീൻ എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു, അതിന്റെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? സിഗ്മ ഓഫ് എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ആണ് എന്ത്? മീൻ എന്ന് പറയുന്നത്. അപ്പൊ എനിക്കിത് ഈസിലി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ലേ? അതായത് എന്റെ ഫസ്റ്റ് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. 1 × 2 പ്ലസ് പിയുടെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ 5p divided by 5 പ്ലസ് എന്താ വരുന്നത്? നെക്സ്റ്റ് 2. 2ന്റെ കേസിൽ 2 × 1 + 3p divided by 5 and then 3 × 1.5 plus 2p divided by 5. ഇതെല്ലാം സം ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് നമ്മുടെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത്. പിയുടെ വാല്യൂ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ ഓൾറെഡി. സോ അത് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇക്വേഷൻ സോൾവ് ചെയ്യുക. സോ യു വിൽ ബി ഗെറ്റിംഗ് ദ ഫൈനൽ ആൻസർ ആസ് 1.87. ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്. റാൻഡം വേരിയബിൾ എക്സ് ടേക്സ് ദ വാല്യൂസ് വിത്ത് ദ പ്രോബബിലിറ്റി ഷോൺ ബിലോ. കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി റാൻഡം വേരിയബിൾ. ഓക്കെ, അപ്പൊ നമുക്ക് റാൻഡം വേരിയബിൾ എക്സ് തന്നിട്ടുണ്ട്, അതിന്റെ പ്രോബബിലിറ്റീസും നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റൂട്ട് ഓഫ് വേരിയൻസ് ചെയ്യേണ്ടി വരും അല്ലെ. വേരിയൻസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമുക്ക് എക്സ്പെക്ടേഷൻ കാണണം, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്, മീൻ കാണണം നമുക്ക്. ഇതിന്റെ സൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ മീൻ കണ്ടുകൊണ്ടാണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്, അതിന്റെ ഫോർമുല നമുക്കറിയാം. ദിസ് ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് പി ഓഫ് എക്സ്. അപ്പൊ നിങ്ങൾ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. നേരത്തെ പ്രോബ്ലം ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, എക്സ്പെക്ടേഷൻ കാണാൻ എന്താ ചെയ്യേണ്ടത്? 1 × 0.1 പ്ലസ് 2 × 0.2 പ്ലസ് 3 × 0.4 പ്ലസ് 4 × 0.2 പ്ലസ് 5 × 0.1. ഇത് നിങ്ങൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം വാല്യൂ 3 എന്ന് കിട്ടും. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ. ഇനി നെക്സ്റ്റ് എന്താണ് വേണ്ടത്? നമുക്ക് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ ഫോർമുലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയറും കൂടെ കാണണ്ടേ? നമുക്ക് അതും കൂടെ കണ്ടിട്ട് വേരിയൻസ് കാണാം. സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എക്സ്. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള നേരത്തെ നമ്മൾ ഈ ടേം ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ നമ്മൾ എക്സിന്റെ വാല്യൂ കൊടുത്തിട്ടുള്ളിടത്തെല്ലാം സ്ക്വയർ ഇട്ട് കൊടുക്കുക. 1 സ്ക്വയർ
2 square, 3 square, and so on, into 0.1 plus into 0.2 plus into 0.4 and so on. Okay. ഇത് നിങ്ങൾ റിസോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി വാല്യൂ 10.2 കിട്ടും. ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി നമുക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം? വേരിയൻസ് കാണാം. വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഫോർമുല നമുക്കറിയാം. എന്തായിരുന്നു? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. സോ എനിക്ക് എങ്ങനെ എഴുതാം? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് 10.2 ഈ വാല്യൂ. ദെൻ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ്? മൈനസ് 9 അല്ലേ? സോ ഇതിന്റെ വാല്യൂ എത്രയാണ് കിട്ടുക നമുക്ക്? 10.2 മൈനസ് 9 എന്ന് പറയുമ്പോൾ നമുക്ക് 1.2. ഓക്കെ. ഇനി നമ്മുടെ പരിപാടി അവസാനിച്ചോ? ഇല്ല, വേരിയൻസ് വരെ എത്തിയിട്ടുള്ളൂ. ഇനി നമുക്ക് എന്ത് കാണണം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം, വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വി ഓഫ് എക്സ്. ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1/2. ഓക്കെ. This will be approximately equal to some value like 1.09, I think so. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണേ. റാൻഡം വേരിയബിൾസും അതുപോലെ തന്നെ ബേസിക് ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷനുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇനി ഡിസ്ട്രിബ്യൂഷൻസിന്റെ നെക്സ്റ്റ് പാർട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. Okay. See you in the next video. Bye for now.